വലിയുള്ള കോഴിക്കോട് ജീവിച്ചിരിക്കുമ്പോൾ സി എം വലിയുള്ളക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ഔക്കു എന്ന് പറഞ്ഞിട്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന മൂപ്പൻ്റെ വീടിൻ്റെ അടുത്ത് ഔക്കു, അബൂബക്കർ കോയ എന്നാണ്. അപ്പോൾ ചുരുക്കി വിളിച്ചാൽ ഔക്കു എന്നാണ്. ഔക്കു, ഈ ഔക്കുവിൻ്റെ പണി എന്താ? ഇലക്ട്രിക്കൽ പണിയാണ്. ചെറുപ്പക്കാരനാണ് ഔക്കു. സി എം വലിയുള്ളാൻ്റെ അവിടെ ദിക്റുകൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ ആര് പങ്കെടുക്കും? സി എം വലിയുള്ളക്ക് 2 ഫാന് വേണം ഒരു സമയം. തലയിൽ ഇങ്ങനെ ഒരു ഫാനും ഒരു സ്റ്റാൻഡിങ് ഫാനും വേണം. അത്രയും ചൂടായി കയറും. ഏത് തണുപ്പ് കാലത്തും പെരും ചൂടാണ് സി എം വലിയുള്ളക്ക്. കറണ്ട് പോയാൽ ഇപ്പം കറണ്ട് പണിക്കാരനാണ് ഔക്കു. ഔക്കു പണിയൊക്കെ നിർത്തി വെച്ച് കണ്ട് സി എമ്മിൻ്റെ അടുത്തേക്ക് പായും. എന്നിട്ട് ചെന്നിട്ട് വലിയ വീശുപാളെടുത്തിട്ട് ഇങ്ങനെ വീശി കൊടുക്കലാണ് ഔക്കുവിൻ്റെ പണി. ഇതാണ് ഔക്കുവിൻ്റെ ഖിദ്മത്ത്. എവിടെ കോഴിക്കോട് കറണ്ടാണ്ട് പോയാൽ ഔക്ക് പാഞ്ഞ് എവിടെ എത്തും? പണിയൊക്കെ നിർത്തിയിട്ട് സി എമ്മിൻ്റെ അടുത്തെത്തും. എന്നിട്ട് സി എമ്മിന് ഇങ്ങനെ വീശി കൊടുക്കുക. കാരണം ചൂട്, ഭയങ്കര ചൂടാണ്. അങ്ങനത്തെ ഔക്കു സി എം വഫാത്തായി. ഇതിന് ശേഷം അവിടെ നടക്കുന്ന ദിക്റുകൾക്കിലൊക്കെ ഔക്കുണ്ടാവും. അപ്പോൾ അവിടെ ദിക്റുകൾക്കിൽ പങ്കെടുക്കുന്ന ഒരു CP മുഹമ്മദ് ഹാജി എന്ന് പറയാം, അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എൻ്റെ മൂപ്പര് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം കണ്ടത്? ഒരു ദിവസം ദിക്റുകൾക്കൊക്കെ കഴിഞ്ഞ്, വെള്ളിയാഴ്ച രാവാണ് ദിക്റുണ്ടാകൽ, ദിക്റുകൾക്കൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം മൂപ്പര് ഉറങ്ങിയപ്പോൾ സി എമ്മിൻ്റെ വീട്ടിൽ ദിക്റുകൾക്ക് നടക്കുകയാണ്. സ്വപ്നം കാണുകയാണ്. ഇത് പങ്കെടുക്കുന്ന വയസ്സുള്ള CP ഹാജി. അപ്പോൾ അന്ന് ഔക്ക് വന്നിട്ടില്ല ദിക്റുകൾക്കൊക്കെ. ഈ സ്വപ്നത്തിൽ കാണുകയാണ് കേട്ടോ. ഇവർ കുറേ ദിക്റ് ഇങ്ങനെ ചൊല്ലി കഴിയാനായപ്പോൾ ഒരാൾ പാഞ്ഞു നിൽക്കാണ്ട് പറഞ്ഞു, ഔക്കുവിൻ്റെ കാര്യം വലിയ ബേജാറാണ്, ഔക്കു സക്കറാത്തിൻ്റെ ഹാലിലാണ് എന്ന് വന്നു. അതിൽ ഇവൻ ദിക്റ് തീർന്ന് കണ്ട് ഔക്കുവിൻ്റെ പെരേക്ക് പാഞ്ഞ് സ്വപ്നം കണ്ടാണ്. അങ്ങനെ എന്ത് ചെയ്തു? ചെന്ന് ഔക്കുവിൻ്റെ അടുത്ത് നിന്ന് കണ്ട് ഒരു യാസീൻ ഓതി കഴിയാൻ നേരത്ത് സി എം വലിയുള്ളണ്ട് കടന്നു വന്നു. സി എം വലിയുള്ളാൻ്റെ ഒപ്പാത്തിന് ശേഷമാണ് കടന്നു വന്നു. ഈ ഔക്കു ഒരു കറുത്ത ആളാണ്. ഔക്കുവിൻ്റെ ജ്യേഷ്ഠൻ വെളുത്ത ആളാണ്. ഈ ഔക്കുവിൻ്റെ മുഖം ഒരു തടകൽ, മുഖാണ്ട് തടകിയതോടു കൂടി ഔക്കും കൊണ്ട് വെളുത്ത് പുഞ്ഞ് നല്ല സുമുഖനായി മാറിയ രംഗം. അങ്ങനെ ഔക്കു ഇയാളാണ്ട് നെട്ടി ഉണന്നു. ഔക്കുവിന് പ്രശ്നമൊന്നുമില്ല. പിറ്റത്തെ ദിക്റിൻ്റെ അന്ന് ഔക്കു വന്നിട്ടില്ല. പിറ്റത്തെ ആഴ്ച ദിക്റിൻ്റെ അന്ന് ദിക്റ് കഴിയാൻ നേരത്തെ ഒരാൾ പാഞ്ഞു വരുന്നു, ഔക്കുവിന് സുഖമില്ലാറുണ്ട്. ഈ സ്വപ്നം സംഭവിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കണ്ട സ്വപ്നം നടക്കുകയാണ്. ഔക്കുവിന് സുഖമില്ല. അതിൽ ഇവർ വേഗം ദിക്റ് ആയിരുന്നു കണ്ട് ഔക്കുവിൻ്റെ പെരേക്ക് പാഞ്ഞ് ഇവർ പറഞ്ഞേരി യാസീൻ ഓതി. യാസീൻ കഴിയാൻ നേരത്ത് സി എം വന്നതൊന്നും ഇവർ കണ്ടിട്ടില്ല. ഔക്കു കണ്ട് വഫാത്തായിക്കന്നെ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ പ്രകാശിച്ച് കിടക്കണം ഔക്കു. എന്നിട്ട് ഔക്കു മരിച്ചേക്കണെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി ചെന്ന് നമ്മളെ UK മജീദ് മുസ്ലിയാരൊക്കെ കാണാൻ ചെന്ന UK മജീദ് മുസ്ലിയാർ, ഇത് ഔക്കു അല്ലല്ലോ മരിച്ചേക്കുണ്ട്, അവൻ്റെ ജ്യേഷ്ഠനാണല്ലോ, ഔക്കു കറുത്ത ആളല്ലേ. അപ്പോൾ ജ്യേഷ്ഠ അങ്ങേപ്പുറത്തുണ്ട്. അപ്പോൾ ഔക്കു തന്നെയാണ് മരിച്ചേക്കുണ്ട്. അപ്പോൾ ഈ സി എം വന്നത് മാത്രമേ അന്ന് കാണാത്തതുള്ളൂ, ബാക്കിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ വന്നിട്ടുണ്ടാവും? മരിച്ച നേരത്തെ ആര് വന്നിട്ടുണ്ടാവും? സി എം വന്ന് മുഖം തടകിയിട്ടുണ്ട്. അപ്പോൾ ഒരു മരണത്തിന് ശേഷം പോലും നമ്മളെ സഹായിക്കും. അള്ളാഹു സി എമ്മിൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ അള്ളാഹ് ശക്തിയാക്കട്ടെ, അള്ളാഹു റാഹത്തിലാക്കും. അവരൊക്കെ മഹബത്ത് വെച്ചാൽ അങ്ങനെയാണ്. ഈ ഔക്കൂനുള്ള പണി എന്താ? കറണ്ട് പോയാൽ പാഞ്ഞു വന്നിട്ട് ആർക്ക് വീശി കൊടുക്കുക? സി എമ്മിന് വീശി കൊടുക്കുക. അപ്പോൾ ഔക്കൂൻ്റെ ഖിദ്മത്ത് അത് വഫാത്തിൻ്റെ സക്കറാത്തിൻ്റെ ഹാലിൽ സി എം എന്ത് ചെയ്തു? തടകിയിട്ടാണ് വിളിപ്പിച്ചു കൊടുത്ത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ മരണവും അള്ളാഹു നന്നാക്കി തീർക്കട്ടെ, നല്ല മട്ടത്തിലാക്കുമാറാകട്ടെ, റാഹത്തിലാക്കുമാറാകട്ടെ, സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ചൊല്ലിയ ദിക്റ് മരിച്ചവരുടെ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു